വെൽക്കം ബാക്ക് ടു ആക്ഷൻ വ്ളോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിതിൻ. എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും അവരവരുടെ ലൈഫ് സ്റ്റൈലിലേക്ക് പോയി തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലാണ്. ഞാനിപ്പം നാട്ടിലെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് കൊടൈക്കനാൽ വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ തിരിച്ച് ഖത്തറിലെത്തിയിരിക്കുകയാണ്. തിരിച്ച് ഏതായാലും എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു അടിപൊളി വീഡിയോ ആണെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഗാരേജ് എൻ്റെ ബാക്കിൽ തന്നെ നോക്കിയാൽ കാണാം, ഒരു നിസാൻ പെട്രോൾ. കാണുമ്പം എത്ര ഇയറാണ്, വണ്ടിപ്പിനാൻ തന്നെ അറിയാം എത്രാമത്തെ ഇയറിലെ വണ്ടിയാണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ പവർ എന്താണ്, സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ഈ സാധനത്തിൻ്റെ എൻജിനൊന്ന് മോഡിഫൈ ചെയ്താലോ, വണ്ടി ഒന്ന് പൂർണ്ണമായിട്ട് മോഡിഫൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും? എങ്കിൽ വെഹിക്കിളിൽ കമ്പം ഉള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു എപ്പിസോഡാണിത്, അല്ലെങ്കിൽ ഒരു വ്ളോഗാണിത്. ബിക്കോസ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിപ്രാന്തിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഹെവൻ. റിയലി ഇറ്റ്സ് എ ഹെവൻ. യു നോ വൈ? ബിക്കോസ് ഇത് ഹൈലി മോഡിഫൈ ചെയ്യുന്ന, വണ്ടി മോഡിഫൈ ചെയ്യുന്ന ഒരു പിന്നെ നിങ്ങൾ കണ്ടിട്ടും മേ ബി കണ്ടിട്ടുണ്ടാവും, മേ ബി കണ്ടിട്ടില്ല. അപ്പം കണ്ടിട്ടുള്ളവർക്കും കാണാത്തവർക്കും എല്ലാം വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു സാധനം കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ടാവും. ഡെസേർട്ട് ബഗ്ഗി, ഡ്യൂൺസ് ബഗ്ഗി. പിന്നെ ഇതൊന്നും ഉണ്ട്, ആ രീതിയിൽ ആ വണ്ടിയെ മോഡിഫൈ ചെയ്ത് ആ രീതിയിൽ ഒരു ബഗ്ഗി നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. ആ രീതിയിലുള്ള മോഡിഫിക്കേഷൻ ഉള്ള ഗ്യാരേജിലാണ് ഞാനുള്ളത്. നല്ല ആടാരം, മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇതിൽ പേടിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ റോഡിൽ വേണ്ടിയ ഒരു സാധനമാണ്. അതുപോലൊരു സാധനമാണ് ഇനി അങ്ങോട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടുത്തെ ഗ്യാരേജ് നമുക്ക് കാണാം, ഇത് എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് കാണാം. അതുകൊണ്ട് ഖത്തറിലുള്ളവർക്ക് മോഡിഫിക്കേഷനോ അതുപോലുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വണ്ടിയുടെ റിപ്പയർ ബേസ്ഡ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. സൂപ്പർ ഗ്യാരേജാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം എന്നെ മാത്രമാണല്ലോ നിങ്ങൾ കാണുന്നത്. എൻ്റെ സിനിമാറ്റിക് വ്യൂസ് നിങ്ങൾ ഓൾറെഡി കുറച്ചൊക്കെ കണ്ടു കാണും. അപ്പോൾ എൻ്റെ ചുറ്റും നല്ല അടിപൊളി സാധനങ്ങളാണ് കിടക്കുന്നത്. കാഴ്ചയിലേക്ക് പോവാം, ആൾക്കാരെ പരിചയപ്പെടാം, ഇവിടെ വർക്കേഴ്സിനെ പരിചയപ്പെടാം, നമ്മുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടാം. അവരെങ്ങനെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് എല്ലാം നമുക്ക് ചോദിച്ചറിയാം അല്ലേ. इधर चलता है यानी स्पोर्ट गाड़ी, रेसिंग कार, वो कैनम, बुलारस, मोस्टिंग. ഒരു എഞ്ചിനിൽ പണിതുകൊണ്ടിരിക്കുക, ഒരു ഹാർട്ട് അതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ച് സർജറി ചെയ്തുകൊണ്ടിരിക്കുക. Basically this is my engine. I have a Mustang 5.0 2016. I blew up the engine because of some technical problem. So doing all these works, opening the, not everyone in Doha can do such kind of work. There are some specialist people, only they can do. If you go to some other garages, they will say they can do it, they will do it cheaper, but they will spoil your engine. I thought it's for modification. No. It was not for modification. Actually, I installed headers in the car from a guy who is not professional in such things. Okay. So he installed it in the wrong way, and because of that, the engine blew up. Because he did not install it properly, and the engine was doing back pressure directly into the engine. That's why the engine blew up. Okay, so parts cost me around maybe 9,000. 9,000. But हो जाएगा. देखो प्रोफेशनल ऐसे बात करते हैं, लोगों को काम पता है, लोगों को पता है कहाँ फॉल्ट है, लोग करते देते हैं. तो अगर आप लोगों को कांटेक्ट करना है, मैं इसका पूरा डिटेल्स वगैरह नीचे देगा. 2 दिन बोल दिया कैमरे में रुबेल, अब 2 दिन में गाड़ी चाहिए मेरे को. ये मॉडल है 2020 का है. इसका भी सेम, ये 2012 का, ये 2020 का. मॉडल सेम है, बस फ़र्क है, यानी 2 साल का फ़र्क है. इसका भी अभी मॉडिफाई करेगा रॉयल कैच पूरा. ओके, इसका बाद आ जाओ, ये निसान पेट्रोल है. अरे ये तो किसको नहीं पता है. हाँ, ये पहले डीजल था इंजन, अभी इसमें LS7 इंजन डालेगा मैं, 8 सिलेंडर का. हाँ, कॉर्वेट का इंजन नहीं डाला अभी तक, डालेगा यानी इसमें डालेगा. सब मॉडिफिकेशन के लिए आया. हाँ, पूरा मॉडिफिकेशन के लिए. और ये तो ऐसे उकल है, 96 मॉडल का है. 96 है, लेकिन ये तो नया जैसा है. नया जैसा है, सबका दीवाना है. गाड़ी भी बहुत स्ट्रॉन्ग गाड़ी है. ऐसा है. तो अभी इसमें कुछ किया मॉडिफिकेशन? इसमें इंजन बनाया हम लोग अभी, बस अंदर एसी का काम है थोड़ा. में सेल करेगा 2008 मॉडल का. कितना है जी? 8,000 में दे देगा. देखो मैं एडवर्टाइजमेंट दिया, 8,000 में दे देगा. फुल ऑप्शन है 2008 का. ഞാനിവിടെ വന്നതാണ്ട് വണ്ടി വേണമെന്നുണ്ടവർക്ക് അതാണ്ട് വലിയൊരു വണ്ടി കിടപ്പുണ്ട്. 2008 ക്യാമറയാണ്, ഫുൾ ഓപ്ഷൻ. ഇതവർ കൊടുക്കില്ല കേട്ടോ. ഇത് ലാൻഡ് ക്രൂയിസർ അതവർക്ക് സ്വന്തം വെക്കാൻ വേണ്ടി വേണ്ടി, ഇതാരും അങ്ങനെ കൊടുക്കില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ.
അപ്പോൾ വെളിയിൽ ദാണ്ട് ഒരു ക്യാമറ കിടപ്പുണ്ട്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. 2008 ആണ്. फुल भी काम करता है. हम लोग रेसिंग कार का ज़्यादा काम करते हैं. इलेक्ट्रीशियन है आप. इंजन का काम. ये रेस का गाड़ी का मोटिक जो है ना, मोटिक कंप्यूटर, उसका वायरिंग पूरा सिस्टम ये बनाता है. अरे वाह. मोटिक ട്യൂണിങ്ങിൻ്റെ ഏരിയയിലൊക്കെ കേട്ടോ, ട്യൂണിങ്ങിൻ്റെ ഏരിയയിലൊക്കെയാണ് വണ്ടി കെട്ടിയിട്ടേക്കുന്നുണ്ടല്ലോ. ചുമ്മാ ജോക്കിംഗ് ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾ എന്തോ കാണുമെന്ന് അറിയാമല്ലോ, വണ്ടി ട്യൂൺ ചെയ്യുന്നത്. ട്യൂണിങ് कर रहे हैं ना आप? हाँ, अभी ट्यूनिंग के लिए डाला. अभी मोटिक का कंप्यूटर बैठा है ना. या निसान पेट्रोल 2003 है. ठीक है. ओके, इधर वो काम करते हैं भैया. अभी आप कौन सा करते हैं? मैं इंजन का है. इंजन अभी पहले उकाला था. अभी स्टूकर फुल स्टूकर बनाया. अभी मोटिक का 130 कंप्यूटर बैठा है. अभी फुल रेसिंग है. अभी फुल रेसिंग अभी. हाँ. अभी ट्यूनिंग के लिए डाला है. ट्यूनिंग के लिए डालेगा. हम लोग देख सकते हैं ट्यूनिंग थोड़ा भी. ट्यूनिंग अभी तो कपिल करता है ना. कपिल तो शाम को आता है. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ വണ്ടി ഇപ്പം അവർ സിസ്റ്റംസ് എല്ലാം കാര്യങ്ങളും എല്ലാം കയറ്റിയിട്ടുണ്ട്. വണ്ടിയുടെ സിസ്റ്റമും കാര്യങ്ങളും എല്ലാം കയറ്റിയിട്ടുണ്ട്. അപ്പം അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പോകുന്നില്ല. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ട്യൂൺ ചെയ്ത് കറക്റ്റായിട്ട് എൻജിൻ പവറും കാര്യങ്ങളും എല്ലാം ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ട്യൂൺ ചെയ്യുന്ന ആളിപ്പോൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബേസിക് ഒന്ന് കാണാൻ പറ്റുമായിരുന്നു. എനിവേ ഡോണ്ട് വറി, നമ്മുടെ വ്ളോഗിൽ ഇനിയും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണിക്കുന്നതാണ്. कौन सा गाड़ी है जी? ये अभी रॉयल गैस बनाया. अभी रोल केज बनाएगा. पेंट किया. ये रेडियो का जो लगा है ये काम करता है ना पूरा? अभी पूरा बनाया. आपका नाम? सुशन. ട്യൂട്ടോൺ. ഓക്കെ. അപ്പോൾ ഇവിടെ ഒത്തിരി സ്റ്റാഫുകളുണ്ട് കേട്ടോ. എല്ലാവരും നല്ലപോലെ പണി അറിയാവുന്നവർ, നല്ലൊരു ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ മൊത്തം ഇതിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇവിടെ മൊത്തം വണ്ടികളാണ്. जी ये कौन सा है? अभी ये बगी बिग शॉट है 8 सिलेंडर. बगी कौन सा? बिग शॉट 8 सिलेंडर. 8 सिलेंडर वाला है. मोने ये भी इंजन बनाए स्टोकर फुल. आप लोग ही बनाए हैं ना? हम लोग भी बनाए. अभी इसमें मोटिक कंप्यूटर डालेगा. अभी ऊपर यहाँ वायरिंग है. अभी मोटिक डालेगा. सिस्टम बनाया इसमें. अभी ये काम चल रहा है ना? ये 2 स्विच में ये पंखुर रॉयल गैस लगाया अमेरिकन. ये हम लोग खुद बनाया. फोर सीट है. 6 सीट बनाया हम लोग. यही भैया बोल रहा था ना अभी. अच्छा ഇതെല്ലാം ഇവരിപ്പം ഒരൊറ്റ ഒരെണ്ണമെന്ന് അവർ പറയുന്നത്. ഒരൊറ്റ ഒരെണ്ണേ ഉള്ളൂ. ഫസ്റ്റ് ടൈമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വണ്ടിയാണിത്. എന്നാ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ഒരു തവണ എങ്ങാണ്ട് ഇവിടെ എവിടെയോ പോയപ്പോൾ ഞാൻ ലോമാനിലാണെന്ന് തോന്നുന്നു ഞാനും ഇതിൽ പോയിട്ടുണ്ട്. ബട്ട് അന്ന് നമ്മളിതിനകത്ത് അത്ര കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി നടന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോകാം കേട്ടോ. वंडी पे स्टार्ट ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സൗണ്ട് എക്സോസ്റ്റ് നോട്ട് കേൾക്കാം. मैं बोलेगा तब करने में എക്സോസ്റ്റ് നോട്ട് है. നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊന്നും കേൾക്കാം. ഇതാണ് ഇവിടെ എക്സോസ്റ്റ് ആണ്. ज़्यादा साउंड किसमें आता है? ये भी इसमें. अच्छा. അപ്പം ഇത് സൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ നമ്മുടെ ഒരു റേഞ്ചിന് പോരാ. ഒന്നാമതിന് ചൂടാണ്. ഞാനിവിടെ നിന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞാൻ ഓടിച്ചു വിട്ട് നിങ്ങളെല്ലാം ഒന്ന് കാണിച്ചു. എനിക്കറിയാം വണ്ടി ഭ്രാന്തന്മാർക്കാണെങ്കിൽ ഓരോന്നുമായിട്ട് കാണണമെന്ന് എനിക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്യാം. ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇൻഡിവിജ്വലായിട്ട് ഓരോ വണ്ടിയിലും അല്ലെങ്കിൽ ഇവരുടെ വർക്ക് എങ്ങനെയാണ്, എൻജിൻസിനെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഒരു വണ്ടിക്കകത്ത് കേട്ടോ, 6 സീറ്റർ ആയിട്ടുള്ള വണ്ടിക്കകത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്.
കുറച്ച് പരിപാടിയുണ്ട്. See you in the other vlog. Since then, this is your Jithin. Boy signing out. Bye bye.